ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണപാദങ്ങളിൽ നറുനവനീതമായി നാരായണ ഭട്ടതിരി സമർപ്പിച്ചു. ആ നറുനവനീതത്തിൻ്റെ നാരായണീയത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് നാരായണീയ മധുരം ഇന്ന് 204 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമന്നാരായണീയം 20ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നീട് അതിൻ്റെ അന്വയാർത്ഥങ്ങളിലേക്ക് കടക്കുകയും വീണ്ടും ഒരിക്കൽ കൂടി മനനം എന്ന രീതിയിൽ ആ ശ്ലോകത്തെ ചൊല്ലി തുടർന്ന് അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന നിഴൽ നാരായണീയം എന്നറിയപ്പെടുന്ന ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്ദ്രസ്ത്വദുൽക്കർഷകൃതാദമർഷാദ്വവർഷനാസ്മിന്നജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനൽ വ്യദധാ സുവർഷം. യദാ ഇന്ദ്രഃ ത്വദുൽക്കർഷകൃതാൽ അമർഷാൽ അസ്മിൻ അജനാഭവർഷേ നവവർഷ തദാ ത്വം ഏനൽ സ്വവർഷം സ്വയോഗശക്ത്യാ സുവർഷം വ്യദധാ. പട്ടരിപ്പാടിൻ്റെ ഭാഷാ പ്രാവീണ്യം അത് ഭക്തിയോടുകൂടി ചേർത്ത് വയ്ക്കുക. ത്വദുൽക്കർഷകൃതാൽ
അമർഷാൽ അജനാഭവർഷേ നവവർഷ സ്വവർഷം സുവർഷം. നോക്കൂ, എല്ലാം ഭംഗിയായി ചേർത്ത് വച്ചിരിക്കുന്നു. യഥാ ഇന്ദ്ര ത്വദുൽക്കർഷകൃതാൽ അമർഷാൽ. ഇന്ദ്രൻ ഗുരുവായൂരപ്പ അങ്ങയുടെ ഉൽക്കർഷം കൊണ്ടുണ്ടായ അമർഷത്താൽ, സ്പർദ്ധയാൽ, അസൂയയാൽ, അസ്മിൻ അജനാഭവർഷേ നവവർഷ, ഈ അജനാഭവർഷത്തിൽ മഴ പെയ്യിക്കാതിരിക്കാൻ, മഴ പെയ്യിച്ചില്ല. തഥാ ത്വം ഏനൽ സ്വവർഷം. അപ്പോ ഋഷഭദേവനായിരിക്കുന്ന അവിടുന്ന് അവിടുത്തെ വർഷത്തിൽ, ഏതാ അവിടുത്തെ വർഷം? അജനാഭം എന്ന സ്വന്തം വർഷത്തെ, ആ ഭൂഖണ്ഡത്തെ സ്വയോഗശക്തിയാ സുവർഷം വ്യദധ, തൻ്റെ യോഗശക്തി കൊണ്ട് ധാരാളം മഴയുള്ളതാക്കി തീർത്തു. മഴ പെയ്യേണ്ടിടത്തൊക്കെ മഴ പെയ്യിച്ചും കൊണ്ട് ദേവേന്ദ്രന്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ, വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് വേണ്ട പോലെ മഴ പെയ്യിച്ചു ഭഗവാൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്ലോകത്തെ പാരായണം ചെയ്യാം. അതിനുശേഷം ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കാം. ഇന്ദ്രസ്ത്വദുൽക്കർഷകൃതാദമർഷാദ്വവർഷനാസ്മിന്നജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്തിയാ സ്വവർഷമേനൽ വ്യദധാ സുവർഷം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. നാരായണ 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 ഋഷഭമൂർത്തേ അസുലഭഗുണനിധേ അസൂയാലുവായി ഇന്ദ്രൻ അജനാഭവർഷത്തിങ്കൽ മഴ പെയ്തില്ല. അനൂപമയോഗബലശക്തിയാലെ ഋഷഭനും ആശ്ചര്യമേകുന്ന വിധം മഴ പെയ്യിച്ചു. നാരായണ 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 ഋഷഭമൂർത്തേ നാരായണ നാരായണ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ 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 ഹരി ഓം.